പേര് ബിപിൻ പീറ്റർ ബാബു. ഞാൻ ചെറുകോൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ചേട്ടൻ തന്നെയാണ്. ചേട്ടന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് ആദ്യമൊന്നും വിശ്വാസമൊന്നുമില്ലായിരുന്നു. ആദ്യമേ ഉടമ്പടി എടുത്തായാലും ഞാൻ അത് പാലിക്കാറൊന്നുമില്ല. ആദ്യത്തെ 3 മാസം ഞാൻ നല്ലോണം ഉഴപ്പി. എനിക്ക് ഒരു ഫലവും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ നേരത്തെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. എൻ്റെ കൊച്ചിലോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മർച്ചൻ്റ് നേവി കയറണമെന്ന്. പക്ഷേ ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് ഒരു എക്സാമോ ഒരു ഇൻ്റർവ്യൂവോ പോലും പാസ്സാകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഉടമ്പടി നിയോഗം ഞാൻ ശ്രമിച്ച് ഞാനിത് പ്രാർത്ഥിച്ചു. അങ്ങനെ IMECT എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്. ആ എക്സാം ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നൊരു എക്സാമാണ്. ഞാൻ +2 കഴിഞ്ഞിട്ടായാലും അത് അറ്റൻഡ് ചെയ്തു, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയി. ആ സമയത്ത് ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ അവസാനം എൻ്റെ ഏജ് ഓവറായ സമയത്ത് ഞാൻ ഒരു വട്ടം കൂടെ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അറ്റൻഡ് ചെയ്തു. പക്ഷേ അന്ന് എൻ്റെ +2 എല്ലാ ബേസും പോയിട്ടുണ്ടായല്ലോ, എല്ലാ കാര്യവും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ഒരേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് പാസ്സാകണം, എനിക്ക് വലിയ റാങ്ക് ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് പാസ്സാക്കി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ 1,00,000 പിള്ളേരിനകത്ത് 13 റാങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റാങ്ക് കുറവായതുകൊണ്ടും ഏജ് ഓവറായതുകൊണ്ടും എനിക്ക് വേറെ കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കോളേജിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനായിട്ട്. അവർ പറഞ്ഞ് എന്നെക്കാളും കുറേ റാങ്ക് കൂടുതലുള്ളവരൊക്കെ പിള്ളേർ മുകളിലുണ്ട്, പക്ഷേ നോക്കാം നമുക്ക്, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനിയും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനിയും ഇവിടുന്ന് വേറൊരിടത്തോട്ട് എന്നെ മാറ്റില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആ കോളേജിൽ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ DNS എന്ന കോഴ്സ് ഞാൻ അവിടെ പൂർത്തിയാക്കി. കോഴ്സിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പ്രതിസന്ധി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഇഫ് എൻ്റെ കൊന്ത ഇടുന്ന പോലെ എനിക്ക് അവർ നിഷേധിച്ചിരുന്നു. പക്ഷേ ഞാൻ അത് എന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ അത് ഇടുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷയെല്ലാം പാസ്സായി. കോഴ്സ് കഴിഞ്ഞെല്ലാം ഞാൻ ഇറങ്ങി. പക്ഷേ 6 മാസമായിട്ടും എനിക്ക് ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, നീ ഇപ്പം ഇങ്ങനെ കിട്ടിയെന്നും പറഞ്ഞൊരു സാക്ഷി എഴുത്, അങ്ങനെ നീ സാക്ഷി എഴുതാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ സാക്ഷി എഴുതി. ഞാൻ സാക്ഷി എഴുതിയെന്ന് വെച്ചാൽ ഡിസംബർ 27-ാം തീയതി എനിക്ക് കിട്ടണമെന്ന് ജോലിക്ക് കാരണം കയറി എന്ന് പറഞ്ഞാണ് ഞാൻ സാക്ഷി എഴുതിയത്. പക്ഷേ ഡിസംബർ 27 കഴിഞ്ഞു. പക്ഷേ ഞാൻ ജോയിനിങ് പറഞ്ഞത് ജനുവരി ആദ്യത്തെ ആഴ്ചയായിരുന്നു. എന്നാൽ ജോയിനിങ് പറയേണ്ട ദിവസം കിട്ടിയില്ല, പക്ഷേ പറയേണ്ട മാസം കിട്ടി. എൻ്റെ മെഡിക്കൽ ഇന്നലെ ആയിരുന്നു. ഇതായിരുന്നു എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഈ 2 പേപ്പറാണ് ഞാൻ എഴുതിയ 2 സാക്ഷ്യങ്ങൾ. നാളെ ഞാൻ എൻ്റെ ആദ്യത്തെ ഷിപ്പ് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. മാതാവിനും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വരിയിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും ഞാൻ പത്രമൊന്നും ഞാൻ അങ്ങനെ കൊണ്ട് കൊടുക്കാറില്ലായിരുന്നു. ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ പിന്നെ ഇപ്പം കിട്ടുന്ന പത്രമെല്ലാം ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അത് കൊടുത്ത് തീർത്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാറുള്ളായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യമേ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ കൂടുതലും പ്രാർത്ഥനയിലോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുമല്ല മിക്ക ഞായറാഴ്ചകളിലും മുടങ്ങാതെ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ നന്മകൾക്കും മാതാവിനും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു. ഉൽപ്പത്തി 28:15 ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നോട് പറഞ്ഞതൊക്കെയും നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ബിപിൻ പീറ്റർ ബാബു എന്ന ഈ മകൻ തൻ്റെ മർച്ചൻ്റ് നേവി ഉദ്യോഗത്തിന് വേണ്ടി കുഞ്ഞുനാൾ മുതൽ കണ്ട സ്വപ്നം പൂവണിനതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക. മകൻ സൂചിപ്പിക്കുന്നുണ്ട്, മകന് 2-3 പരിമിതികളുള്ളപ്പോഴാണ് ഈ പരീക്ഷകളൊക്കെയും എഴുതുന്നത്. ഒന്ന്, ആദ്യത്തേത് പ്രായത്തിൻ്റെ പരിമിതി ഏജ് ഓവറാകുന്നതിൻ്റെ പരിമിതിയുണ്ട്. 2, പഠിച്ചതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ട് പലതും മറന്നുപോയി, അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടുമോ എന്നുള്ള നല്ല പ്രയാസവും ആകുലതയും മകന് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ അരികിൽ തൻ്റെ കഴിവിൻ്റെ പരിമിതികൾ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് വലിയ റാങ്ക് കിട്ടിയില്ലെങ്കിലും
ആ ജയിച്ച് വരുന്ന രീതിയിൽ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് സഹോദരന് ലഭിച്ച ആ നന്മകളും അനുഗ്രഹങ്ങളും കണ്ടുകൊണ്ട് വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. ഉടമ്പടി ജീവിതം ആദ്യം നന്നായി ജീവിച്ചില്ല എന്നും മകൻ്റെ വാക്കുകളിൽ ഒരു കുമ്പസാരം പോലെ ഏറ്റുപറയുന്നുണ്ട്. പലപ്പോഴും അമ്മയുടെ അരികിലേക്ക് വരുന്നത് തന്നെ അമ്മ നമ്മളെ കണ്ടറിഞ്ഞ് ആകർഷിച്ച് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നാം ഒരു നിയോഗം ഏൽപ്പിച്ചാൽ, നമ്മൾ അമ്മയെ വിട്ടുപോയാലും നമ്മൾ നിയോഗം മറന്നുപോയാലും അമ്മ പലപ്പോഴും ആ നിയോഗം നമുക്ക് അനുഗ്രഹമാക്കി ഈശോയിൽ നിന്ന് നേടിത്തരുന്നത് കാണുവാനാകും. പല സാക്ഷികളിൽ നമ്മളത് കേൾക്കുന്നുണ്ടാവും. നമ്മൾ ഉപേക്ഷിച്ച നിയോഗങ്ങൾ പിന്നീട് നമുക്ക് അനുഗ്രഹമായി അമ്മ നേടിത്തരുന്നത്. നമ്മൾ ഉടമ്പടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോഴും അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ കൊടുത്തിട്ട് പോയൊരു വിഷയത്തെ അമ്മ കൈവിടാതെ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിരികെ നേടുന്നത് നമുക്ക് കാണുവാനാവും. അത് തന്നെയാണ് മകൻ്റെ ജീവിതത്തിലും അനുഭവങ്ങളിലൂടെ അമ്മ കൈമാറുന്നത്. മകൻ എഴുതിയ പരീക്ഷയ്ക്ക് മകന് ആവശ്യമായ റാങ്ക് കൊടുത്തു. മകൻ ഒരിടത്ത് നിന്ന് വിശ്വാസ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പോരുമ്പോൾ അവിടെ പഠിക്കുവാൻ മകന് അവസരങ്ങൾ ശരിയായി കിട്ടി. അതോടൊപ്പം തന്നെ മകനെ മെഡിക്കൽ ഫിറ്റ്നസ്സും മറ്റ് രേഖകളും എല്ലാം ശരിയായി ആ ജോലിയിലേക്ക് ചേരുവാൻ പറ്റുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ കണ്ടന്റ് തന്നെയാണ് മകനുള്ളത്. അവൻ്റെ സാധ്യതകളൊക്കെയും കഴിവിലുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി വലിയ കാരുണ്യത്തോടു കൂടി ജീവിതത്തെ മേൽഗതിയിലേക്ക് നയിക്കുവാൻ അവൻ്റെ ജീവിതത്തെ കൈപിടിച്ച് നടത്തിയതാണ് മകനെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾ നമുക്ക് സ്വയമേവ സാധിക്കാത്തത് മാത്രമായിരിക്കണം. കാരണം ദൈവത്തിന് പരിപൂർണമായി നന്ദി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നൊരു വിഷയം നമ്മൾ നിയോഗമായി എഴുതുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കും. പഠിച്ചു നേടി, പണം കൊണ്ട് നേടി, കഴിവ് കൊണ്ട് നേടി എന്നൊക്കെ ഓരോ വിഷയത്തിനും നമ്മൾ അതതിൻ്റേതായ ചില ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് ദൈവത്തിന് കൊടുക്കുന്ന അംഗീകാരവും നന്ദിയും അത് കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും ജോസഫ് അച്ഛൻ പറയുക, നിങ്ങളൊരു നിയോഗം ഉടമ്പടിയിൽ എഴുതുമോ അത് മറ്റെല്ലാ വഴികളും അടഞ്ഞതായിരിക്കണം, മറ്റെല്ലാ സാധ്യതകളും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതായിരിക്കണം. ഒരു അനുഗ്രഹം ഉടമ്പടി പ്രകാരം കിട്ടിയിട്ട് അത് ദൈവത്തിനോട് നന്ദികേടായി തീരരുത്. ദൈവത്തിന് പരിപൂർണമായും അതിൻ്റെ അവകാശമുണ്ട്. നന്ദി കൊടുക്കുവാൻ നമ്മളെപ്പോഴും മടിക്കുകയും ചെയ്യരുതെന്ന് മകൻ എളിമയുള്ള മനസ്സോടെ ഈ എൽത്താരയിൽ സന്തോഷത്തോടെ സൂചിപ്പിക്കുക. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ നയിക്കുകയും ഞാൻ ഉടമ്പടിയിൽ അത്ര കണ്ടൊന്നും എല്ലാ കാര്യവും നന്നായി ചെയ്തില്ലെങ്കിലും ആയിരക്കണക്കിന് മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലം കൂടി ചേർന്ന് എൻ്റെ ജീവിത വിഷയത്തെ ഏറ്റെടുത്ത് എന്നെ സുരക്ഷിതനാക്കുകയും മേൽഗതിയിലേക്ക് അമ്മ നയിക്കുകയുമാണെന്ന് മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.